എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,22,000 മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വെറും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സെപ്റ്റംബർ മാസം ഈ ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞു എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റിൽ നിന്നാണ് വളരെ ഷാർപ്പായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് വരികയും സെപ്റ്റംബർ മാസത്തെ മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.16% വർധനയോട് കൂടിയിട്ട് ഏകദേശം $1,14,000 മുകളിലാണ് സെപ്റ്റംബർ മാസം അവസാനിച്ചത്. സെപ്റ്റംബർ മാസം ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു മാസമാണ്. പക്ഷേ ഈ ഒരു മാസം കഴിഞ്ഞ സെപ്റ്റംബർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി തന്നെ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2013, 2017, 2021 ഹിസ്റ്റോറിക്കലുള്ള റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തെ മൂന്നാമത്തെ ഏറ്റവും ബെസ്റ്റ് മാസമാണ് കഴിഞ്ഞ സെപ്റ്റംബർ എന്നുള്ളതാണ്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഗ്രസീവായിട്ട് ETF-കൾ ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ബിറ്റ്കോയിൻ ETF-കളിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്ഫ്ലോ ഏകദേശം $750 മില്യൺ ഔട്ട്ഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് 3.5 ബില്യൺ ഇൻഫ്ലോ ആണ് സെപ്റ്റംബർ മാസം ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു മാസത്തിൻ്റെ ബിഗിനിങ്ങിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 ദിവസം, അതായത് ഒക്ടോബർ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി മാത്രമുള്ള ഇൻഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $2.2 ബില്യൺ ബിറ്റ്കോയിൻ ആണ് ETF-കളിലൂടെ ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 29 മുതൽക്ക് ബിറ്റ്കോയിൻ ETF-കളിലോട്ടുള്ള ഇൻഫ്ലോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ് കൂടി വരുന്നത്. സെപ്റ്റംബർ 29 മോർ ദാൻ $500 ബില്യൺ ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 30 $429 മില്യൺ. 1-ാം തീയതി, 2-ാം തീയതി മോർ ദാൻ $600 മില്യൺ ഇൻഫ്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഏകദേശം $1 ബില്യൺ ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിൻ ETF-കളിലൂടെ ആളുകൾ ബിറ്റ്കോയിൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q4 വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളിവിടെ ചാർട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വീക്കിലി ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ബിറ്റ്കോയിനിൽ നമ്മൾ കണ്ടത് എന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് 1 വീക്ക് കൊണ്ടാണ് ബിറ്റ്കോയിൻ ഇത്രയും പെർസെൻറ്റേജ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ കംപ്ലീറ്റ് മാസം 5.16% ആണ് മുകളിലോട്ട് പോയത് എന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ വെറും 4 ദിവസം കൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത് 7.44% ആണ്. അതായത് ഈ ഒരാഴ്ച കൊണ്ട് മാത്രം ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത് 9%. സോ അടുത്ത ചോദ്യം, ഈ മാസം ഒക്ടോബർ മാസം ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്രമാത്രം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് ഈ ഒരു മാസം മിനിമം എത്ര പെർസെൻറ്റേജ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, മാക്സിമം എത്ര പെർസെൻറ്റേജ് മുകളിലോട്ട് പോകാനുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഹിസ്റ്റോറിക്കലി നമ്മൾ ഒക്ടോബർ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാസമാണ്. വെറും 2 വർഷം മാത്രമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് നെഗറ്റീവായിട്ട് ഒക്ടോബറിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 12 വർഷത്തെ ആവറേജ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21.89% ആണ്. അതേപോലെ തന്നെ പോസ്റ്റ് ഹാൽവിങ് കഴിഞ്ഞിട്ടുള്ള വർഷത്തെ ഒക്ടോബർ മാസത്തെ ആവറേജ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49.51% ആണ്. സോ ഇതേ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് സെപ്റ്റംബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഒക്ടോബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസ്, മിനിമം ക്ലോസിംഗ് പ്രൈസ് $1,26,338, മാക്സിമം ക്ലോസിംഗ് പ്രൈസ് $1,83,405 ആയിരിക്കും. അതായത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ്. അത് ഓരോ സിനാരിയോസും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ വർഷമാണ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത്, അല്ലേ? കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറും നവംബറും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മാസങ്ങളായിരുന്നു. സോ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 10.76% ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയത്. സോ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 10% കഴിഞ്ഞ വർഷം പോസ്റ്റ് റേറ്റ് കട്ടിൽ ഒക്ടോബറിൽ എന്താണോ എത്രമാത്രം റിട്ടേൺ ആണ് ഉണ്ടാക്കിയത്, അതേപോലെ ഈ ഒരു വർഷം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ ഒക്ടോബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസ് $1,26,338 ആയിരിക്കും. അതാണ് ഏറ്റവും ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ഒക്ടോബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസ്. ഓക്കെ, പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായാലും എത്തും. ഇനി രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്, ഇൻ കേസ് കഴിഞ്ഞ 12 വർഷം ബിറ്റ്കോയിൻ്റെ ഒക്ടോബറിലുള്ള ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 21.89% ആണ്, അല്ലേ? 21.89% ആണ് ബിറ്റ്കോയിൻ്റെ ആവറേജ് പ്രൈസ് ഒക്ടോബറിൽ. അതേപോലെ ഈ ഒരു ഒക്ടോബറിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഒക്ടോബറിലെ ക്ലോസിംഗ് പ്രൈസ് $1,39,034 ആയിരിക്കും.
ഇനി അതല്ല പോസ്റ്റ് ഹാൽവിംഗ് വർഷത്തിൽ ബിറ്റ്കോയിൻ്റെ ഹാൽവിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഹാൽവിംഗ് വർഷത്തെ ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49.51% ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസ് $1,70,539 ആയിരിക്കും. ഇനി അതല്ല പോസ്റ്റ് ഹാൽവിംഗ് വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39% ആണ്. അതായത് ഇവിടെ 2021 2021 പോസ്റ്റ് ഹാൽവിംഗ് വർഷമാണ്. കഴിഞ്ഞ 3 ഹാൽവിംഗിൽ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 39.93% ആണ്. പോസ്റ്റ് ഹാൽവിംഗ് വർഷത്തിൽ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ പോലെ പെർഫോം ചെയ്താലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,59,611 ആയിരിക്കും ഒക്ടോബർ മാസത്തെ ക്ലോസിംഗ് പ്രൈസ്. ഇനി 2013 പോലെ പോസ്റ്റ് ഹാൽവിംഗ് വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഇയർ അതേ ഒരു സെയിം റിട്ടേൺ ആണ് ഈ ഒരു മാസം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,83,405 പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെല്ലാം ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു ഡേറ്റയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്ടോബർ മാസം എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതേപോലെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് പറയുന്ന ഈ ഒരു ടാർഗറ്റുകളിലോട്ടൊക്കെ എത്താനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് ബെയർ കേസ് ടാർഗറ്റ് ആയിട്ടുള്ള 1.5 ലക്ഷം ആണെന്നുണ്ടെങ്കിലും ബേസ് കേസ് ടാർഗറ്റ് ആയിട്ടുള്ള $1,79,000 ആണെന്നുണ്ടെങ്കിലും അത് ഒക്ടോബറിൽ തന്നെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബുൾ മാർക്കറ്റ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് അതായത് കഴിഞ്ഞ കുറേ ഹാൽവിംഗ് സൈക്കിൾ ഈ ഒരു സൈക്കിളും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലുള്ളത് വളരെ കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ പുതിയ പൊസിഷൻ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വിൻഡോ ആണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ബിറ്റ്കോയിൻ വിൽക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ഫ്രെയിം കഴിഞ്ഞ ഒരു 3 ഹാൽവിംഗ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ടൈം ഫ്രെയിമിലായിരിക്കും ബിറ്റ്കോയിൻ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്താനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ 20th സെപ്റ്റംബറോട് കൂടിയിട്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 10-15 ഡേയ്സ് അതിനുള്ളിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു സൈക്കിൾ ടോപ്പ് പ്രൈസിലോട്ട് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയുള്ള അടുത്തൊരു ബുള്ളിഷ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ മാക്സിമം ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ബുക്ക് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണത്. അത് എപ്പോഴാണ് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം, സൈക്കിൾ ടോപ്പിലോട്ട് എത്തിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, എപ്പോഴാണ് മൈക്രോ സ്ട്രാറ്റജി വിൽക്കുന്നത്, ആൾട്ട് കോയിൻസ് വിൽക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവുക അതിനനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ നമ്മൾ ബിറ്റ്കോയിൻ ഇനി ബുള്ളിഷ് ആവുന്ന സമയത്ത് ഒരുപാട് ക്രേസി അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള പ്രൈസ് പ്രൊഡിക്ഷൻസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലുള്ള ബൈനാൻസ് സിഇഒ പറയുന്നത് ഈ ഒരു സൈക്കിളിൽ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $500,000 to $1 million എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയുക ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലും പല ആളുകൾക്കും ഇൻക്ലൂഡിങ് എനിക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ്. അതായത് എല്ലാവരും 100K എത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിറ്റ്കോയിൻ ഒരു $69,000 എത്തിയിട്ട് താഴോട്ട് വരികയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു സൈക്കിളിലും ഒട്ടുമിക്ക എല്ലാ ആളുകളും ഒരു $200,000 മുകളിൽ എത്തുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാക്സിമം ബിറ്റ്കോയിൻ്റെ പ്രൈസൊക്കെ ഒരു $1.5 ലക്ഷം എത്തുമ്പോഴേക്കും സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ബിറ്റ്കോയിൻ എപ്പോഴാണോ ഒരു $1.5 ലക്ഷം എത്തുന്നത് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ബിറ്റ്കോയിൻ കുറച്ചായിട്ട് സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു ലിമിറ്റ് ഓർഡർ എന്താ പറയുക എക്സ്ചേഞ്ചിൽ ഇട്ട് വയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിലും ബിറ്റ്കോയിൻ സെല്ല് ചെയ്ത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഐ മീൻ ഫുള്ളി ബിറ്റ്കോയിൻ സെല്ല് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് നെറേറ്റീവ്സ്, അതായത് ഈ ഒരു സൈക്കിൾ ഇനിയും 2026 കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരുപാട് നെറേറ്റീവ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ
അത്തരത്തിലുള്ള ഒരു നരേറ്റീവ്സിലൊന്നും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ഈ ഒരു കഴിഞ്ഞ സൈക്കിളുകൾ പോലെ തന്നെ ഈ ഒരു ഇയർ എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാനും എൻ്റെ പേഴ്സണലി എക്സിറ്റ് പ്ലാനുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുള്ളൊരു മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ബിറ്റ്കോയിൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് .com ബബിളിൻ്റെ സമയത്തും 2007, 2008 US സ്റ്റോക്ക് മാർക്കറ്റ് എത്രമാത്രം ഓവർ വാല്യൂഡ് ആണോ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എപ്പോൾ ആണെന്നുണ്ടെങ്കിലും US സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. സോ ബിറ്റ്കോയിൻ ഇപ്പോൾ ഒരു കൂടുതലും ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് ETF കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വാൾ സ്ട്രീറ്റിലൊക്കെ കൂടുതൽ അഡോപ്റ്റഡ് ആയത് കാരണം കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു സെൽ ഓഫ് കാര്യങ്ങളൊക്കെ ബിറ്റ്കോയിനിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വരാം, അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസും താഴോട്ട് വരാനുള്ളൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബിറ്റ്കോയിൻ സെല് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്, ഓൺ ദ വേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.